സുഹൃത്തുക്കളെ നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അയല കറി വയ്ക്കുന്നതിനെക്കുറിച്ചാണ്. അയില എന്നും അയല എന്നും പറയും. എന്തായാലും ഞാൻ അയില എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. അതിനാൽ അയില എന്ന് തന്നെ പറയുന്നു. കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഈ അയില അവരത് വെട്ടി തന്നിട്ടുണ്ട്. ഇനി അത് തേച്ച് കഴുകിയെടുക്കുക എന്നുള്ളൊരു പണിയാണ് നമുക്കുള്ളത്. ആദ്യമായിട്ട് അത് ഒരു പാത്രത്തിൽ എടുത്ത് കഴുകി വൃത്തിയാക്കുന്നു. കൊടുത്ത് അതിനകത്ത് അവർ വെട്ടിയത് കൂടാതെ എക്സ്ട്രാ ആയിട്ടുള്ള ഫിറ്റിങ്സൊക്കെ നമ്മൾ വെട്ടിക്കളയണം. മുള്ളും തലയും പാലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയണം. അകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. നന്നായിട്ട് കഴുകി വെടിപ്പാക്കി തേച്ച് കുട്ടപ്പനാക്കി വെളുപ്പിച്ചെടുത്തു. ഉപ്പൊക്കെ ഇട്ട് തേക്കാതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലെടുത്തിട്ട് വെട്ടി റെഡിയാക്കി എടുക്കണം. വെട്ടി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് നമുക്ക് അവനെ മുറിച്ചെടുക്കണം. ഇതായത് കറി വയ്ക്കാനായിട്ട് ഇതിന് ഒറ്റയടി കറി വെച്ച് കഴിഞ്ഞാൽ അഞ്ചെണ്ണയുള്ളത്. 5 എണ്ണം ഒറ്റയടിക്ക് കറി വെച്ചാൽ രസമില്ല. അതിനെ 3 പീസാക്കി മുറിക്കുന്നുണ്ട് എല്ലാത്തിനെയും. അപ്പം 3 പീസാക്കി മുറിക്കുമ്പം 3 15, ദാറ്റ് മീൻസ് 5 3s are 50 എന്ന് പറയുന്ന പോലെ 3 കഷ്ണങ്ങൾ, 5ൻ്റെ 3 കഷ്ണങ്ങൾ കൊടുക്കുമ്പോൾ 15 കഷ്ണങ്ങൾ കിട്ടും. അപ്പോൾ അത് സുഖമായിട്ട് 2 ദിവസത്തേക്കുള്ള കറിയുണ്ട്. അപ്പം ഇത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉളുമ്പെല്ലാം പോകണം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് തേക്കണം. അതൊന്നും വീഡിയോയ്ക്ക് അധികം കാണിച്ചില്ല. അതെല്ലാം കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഒരു 4 മണിക്കൂർ നേരത്തെ. അതായത് ഞാൻ ഉച്ചയ്ക്ക് പോയി വാങ്ങി രാത്രിക്കാണ് കറി വെച്ച് കൂട്ടിത്തീരുന്നത്. അത്രയ്ക്ക് പണിയാണ് ഇതിൻ്റെ പുറകിൽ. കാണുമ്പോൾ ഇത് വീഡിയോയ്ക്കകത്ത് വരുമ്പോൾ അര മണിക്കൂർ നേരത്തെ പ്രോഗ്രാമാണ് വീഡിയോയ്ക്കകത്ത് വന്നപ്പം. പക്ഷേ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പണിയാണ്. ഇതൊക്കെ വീട്ടമ്മമാരൊക്കെ ഇതൊക്കെ എങ്ങനെ ചെയ്തെടുക്കുന്നൊരു പിടിയില്ല. ഉച്ചയ്ക്ക് 1:30 കടയിൽ പോയിട്ട് വാങ്ങി അത് കൊണ്ടുവന്ന് വെട്ടി തേച്ച് അതിനിടയ്ക്ക് വീഡിയോയും പിടിച്ച് അങ്ങനെ വിനയമാക്കി വന്നപ്പം 6:30 പിന്നെ അതുകൂടാതെ ഇത് കാണണമല്ലോ, വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കാണണമല്ലോ. അപ്പോൾ എഡിറ്റിങ് ശബ്ദം കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാണ്. ഇപ്പം അതായത് സർവ്വചരാചരങ്ങളും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ശബ്ദം കൊടുക്കുന്നത്. ചീവീട് കരയുന്നത് കേൾക്കാം, വേറെ സൗണ്ടൊന്നുമില്ല. അപ്പോൾ മീനുകളെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് അതിനെയൊക്കെ വൃത്തിയായിട്ട് പാത്രത്തിനകത്തെടുത്ത് മൊത്തം 15 പീസുണ്ട്. ഈ ചെറുപ്പത്തിൽ ഗുണനപ്പട്ടിക എന്ന് പറയും. ഇപ്പോൾ അത് പിള്ളേരെല്ലാം ഇംഗ്ലീഷിൽ പഠിക്കുന്നതുകൊണ്ട് പഴയ പോലുള്ള ആ രീതിയിലല്ല. അപ്പോൾ ഇതിനകത്ത് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുടംപുളിയാണ്. നല്ല കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി ഉണ്ടെന്ന് പറയുന്നത് ആ കുടംപുളി തന്നെ. ഈ കുടംപുളി എന്ന് പറയുന്നത് കുടത്തിനകത്ത് നിന്ന് പുളിയല്ല, കുടം പോലെ ഇരിക്കുന്ന പുളി. അതുകൊണ്ടാണ് ഇതിനെ കുടംപുളി എന്ന് പറയുന്നത്. ഈ കുടംപുളി ഉണ്ടാക്കുന്നത് വലിയ പാടാണ്. കുടംപുളി മരത്തിൽ നിന്ന് കിട്ടുന്ന ആ പുളി ഒരു ഗോൾഡൻ കളറിലിരിക്കുന്നതാണ്. അതിന് ഈ കറുപ്പാക്കി എടുക്കുന്നതിൻ്റെ പുറകിൽ വലിയ പണിയുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ ഫിഷ് മസാലയാണ് എന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഫിഷ് മസാല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ മീൻ കറിക്ക് വേണ്ട എല്ലാ ചേരുവകളുണ്ട്. പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി. എന്നോട് ചോദിച്ചാൽ ഇത് എത്ര സ്പൂണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഒരു കമ്മതി കണക്കാണ്. ഇച്ചിരി കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും ഒന്നും പറ്റുകയില്ല. ഇപ്പോൾ നമ്മൾ യൂട്യൂബിനകത്തൊക്കെ കാണുമ്പോൾ ഇത്ര ഗ്രാം, ഇത്ര മില്ലിഗ്രാം എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ വെറും തട്ടിപ്പാണ്. അതിനകത്ത് തന്നെ നമ്മുടെ കൈ കിട്ടി നമ്മൾ അതിനകത്തിട്ട് ഇപ്പോൾ ഇച്ചിരി മുളക് പൊടി കൂടിക്കഴിഞ്ഞാൽ എന്നാ പറ്റാതിരിക്കുന്നത്. കൃത്യമായിട്ട് എടുത്താൽ അത് അറിയുന്നത് എങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഈ കാണിച്ചത് എണ്ണയാണ്. ഈ എണ്ണയെന്ന് പറഞ്ഞാൽ അതാണ് സ്പെഷ്യൽ ടൈപ്പ് എണ്ണയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് RCM എന്ന് പറയുന്ന കടയിൽ നിന്ന് വാങ്ങുന്നതാണിത്. വില കുറവാണ്, ഗുണം കൂടുതലാണ്. ഹെൽത്ത് ഗാർഡ് ഫിസിക്കലി റിഫൈൻഡ് ഓയിൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ എണ്ണ ഒഴിച്ചതിന് ശേഷം ഉപ്പുമൊക്കെ ഇട്ട്, ഇപ്പോൾ കൈക്കണക്കാണ്, കൃത്യമാണ്. അതെങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ മൊത്തം കറി വയ്ക്കുന്നതിന് ആ ഉപ്പ് പാകമാണ്. അതിന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ചാലിച്ചെടുത്ത്, കൈ കൊണ്ട് വേണേൽ ചാലിക്കാം. അപ്പം സ്പൂൺ കൊണ്ട് ചാലിച്ചതിന് വെച്ചാൽ കൈ കൊണ്ട് ഞാനിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ രസമില്ല. അതിനുവേണ്ടി സ്പൂൺ ഉപയോഗിച്ചാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്പൂൺ കൊണ്ട് ഞാനത് ഇളക്കുന്നത്, വൃത്തികേടാക്കാതിരിക്കാനായിട്ട്. ഇപ്പോൾ ഇടുന്ന കുരുമുളക് പൊടിയാണ്.
കുരുമുളക് കൂടിയാൽ ഭയങ്കര എരിവായിരിക്കും, കുറഞ്ഞാൽ അതിൻ്റെ അറിയുകയില്ല. അപ്പോൾ അതും ആ ഇടുന്ന പ്രാക്ടീസാണത്. അപ്പം നിങ്ങളിങ്ങനെ എടുത്തിട്ട് കുറഞ്ഞിടരുത്, നിങ്ങൾ സ്പൂൺ കൊണ്ട് തന്നെ എടുത്തോണേ. പിന്നെ ഇതാരും ഉണ്ടാക്കി പരിശീലിച്ച് വിഷമിക്കരുത്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ സാധാരണഗതി ചെയ്യുന്നതാണ്. ഇതൊരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറിയല്ല. നമ്മൾ 2 ദിവസമായിട്ട് മീൻകറി കൂട്ടാതിരുന്നതിനാൽ മീൻകറി കൂട്ടണമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോയുടെ ലിസ്റ്റിൽ നോക്കിയപ്പം ഇത്ര നാളായിട്ട് 100 വീഡിയോ ആയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഇരിക്കട്ടെ എന്ന് വെച്ച് കണ്ടൻറ്റ് തപ്പിപ്പോയതൊന്നുമല്ല, കണ്ടൻറ്റ് വഴിയിൽ കിട്ടിയപ്പോൾ എടുത്തതാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ നമ്മൾ മുളക് ചാലിച്ചെന്ന് പറഞ്ഞു. അതെ, ചാലിച്ച്. ഇനി ഇതിനെ കഷ്ണത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. 15 കഷ്ണത്തിലും തേച്ച് പിടിപ്പിക്കണം. ഇംഗ്ലീഷിൽ ഇതിനെ മാറിനേറ്റ് ചെയ്യുന്നൊക്കെ. മാറിനേറ്റ് അതെങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, അങ്ങനെ പിള്ളേർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവനെ മാറിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരത്തെ വെച്ചുകൊണ്ടിരിക്കണം. അതായത് പെട്ടെന്നെടുത്ത് വറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ 15 പീസായിട്ടും ഈ മുളക് പൊടി ഈ മസാലക്കൂട്ട് ഞാൻ തിരുമ്മി പിടിപ്പിച്ചു. അതുകൊണ്ട് ഒരു 15 സെക്കൻഡെങ്കിലും എടുക്കുമല്ലോ, ഓരോന്നിനും ഓരോ സെക്കൻഡ് എടുത്താലും. അപ്പോൾ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഐറ്റം കൂടുതലുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളർ കൊണ്ട് മനസ്സിലാവുകയും ഈ കാശ്മീരി മിർച്ചി എന്ന് പറഞ്ഞ മുളക് എന്നാണ്. കാശ്മീരി മുളക് പൊടി തീർന്നു പോയായിരുന്നു, അതുകൊണ്ട്. അല്ലെങ്കിൽ അതും കൂടി ഇടാവുന്ന നല്ല ചുമന്ന കളറായിരിക്കും. പിന്നെ ഈ വറക്കുന്ന സമയത്ത് പലരും ഇതിനകത്ത് റവയൊക്കെ വേണം കൂട്ടിച്ചേർക്കാവേ. റവ ഇട്ട് കഴിഞ്ഞാൽ ക്രിസ്പി ആകാനാണ്. പക്ഷേ അതതിൻ്റെ പുറത്തൊരു കവർ പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അകത്തിരിക്കുന്ന മീൻ രസമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ചേർത്തില്ല, റവയൊന്നും ചേർത്തിട്ടില്ല. പല നാടുകളിൽ പല രീതികളാണല്ലോ. അപ്പം ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. അപ്പങ്ങളെല്ലാം ചുട്ടമ്മായി എന്ന് പറയുന്ന പോലെയാണ്. ഇതെല്ലാം ഞങ്ങൾ 15 കഷ്ണവും ചുട്ട് റെഡിയാക്കി എടുക്കണം. ഇത് കുറച്ച് നീണ്ട പരിപാടിയാണല്ലോ. എല്ലാത്തിനും തേച്ച് പിടിപ്പിച്ചു. ഇപ്പോൾ ഈ ഒരു പാട്ട് ഓർക്കുന്നതന്നെ എൻ്റെ എണ്ണ തെപ്പിക്കുമ്പം പാടടി എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ, അതപ്പോൾ ഓർക്കുന്നത്. ഞാൻ മറന്നുപോയി. പഴയ കാലത്തെ പാട്ടല്ലേ, ഇപ്പോൾ ആരാ ഓർക്കുന്നതൊക്കെ. ഓർക്കുന്നു. ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. അതൊരു പാട്ടാണ് എൻ്റെ പൊന്നെ. അപ്പോൾ ഇത് റെഡിയായി കേട്ടോ. ഇപ്പം ഇത് നമ്മളെ മാറിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ച് ഇനി അതിനെ നമുക്ക് ഭദ്രമായിട്ട് ഉറുമ്പ് ഒന്നും കയറാതിരിക്കാനായിട്ട് ഒരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കണം. അല്ലെങ്കിൽ അതെല്ലാം ഉറുമ്പിൻ്റെ ശല്യമല്ല. ഉറുമ്പെന്ന് പറയുന്നത് പ്രകൃതിയിൽ ഒരു ഐറ്റമാണ്. അവന് നമ്മുടെ വീട്ടിലിനകത്ത് അവൻ കയറി നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ ഉറുമ്പിനെയോ പാറ്റയോ പല്ലീനെയൊക്കെ എനിക്ക് ഓടിച്ച് കളയുന്ന വലിയ സങ്കടം. എന്നെ കണ്ടവർക്കാർക്കും പേടിയില്ല തന്നെ. പാറ്റയൊക്കെ ഞാനിങ്ങനെ രാത്രി എഴുന്നേറ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിന് സൗണ്ട് കൊടുക്കാനായിട്ട് എഴുന്നേറ്റ് വന്നപ്പം പാറ്റയും പല്ലിയും കൂടെ പരസ്പരം അവർ യോജിച്ച് നടക്കുകയാണ്. അവർ തമ്മിൽ വഴക്കില്ല. അപ്പോൾ ഈ മീനുകളെല്ലാം നമ്മൾ മൂടി വെച്ചു. അപ്പോൾ ഈ മൂടി വയ്ക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉറുമ്പ് ഒന്നും ഉപദ്രവിക്കാതിരിക്കാനായിട്ടാണ്. തന്നെയല്ല, അത് കുറച്ച് നേരം ഇരിക്കണമെന്നൊരു നിയമമുണ്ട്. മാരിനേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കണം. ഇനി അതിനകത്ത് ഇപ്പോൾ ഇത് 2 പോർഷനായിട്ട് വറക്കാനും കറി വയ്ക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരെണ്ണത്തിന് ഞാൻ 3ആയിട്ട് കഷ്ണിച്ചായിരുന്നല്ലോ. അപ്പം 3ൽ മിടുക്കന്മാരായിട്ടുള്ളവരെ വറക്കുകയും മോശക്കാരെ കറി വയ്ക്കുകയും ചെയ്യണം. അതായത് തല കറി വയ്ക്കാനും നടുഞ്ഞുറുക്കും വാങ്ങലും വറക്കാനും ഉപയോഗിക്കാം. അപ്പം നമ്മൾക്ക് കണക്കനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറിക്കകത്ത് 5 പീസും വറക്കുന്നതിന് 10 പീസും ഉണ്ടായിരിക്കും. 10 പീസ് വറക്കുക. അതിൽ തന്നെ 5 എണ്ണം ശ്രേഷ്ഠന്മാർക്ക്, വാല് ശിഷ്ടന്മാർക്കും. അങ്ങനെയാണ് ഈ ഗ്രേഡിങ് ഉണ്ട്. അതായത് നമ്മൾ വീട്ടിൽ കറിയൊക്കെ കൂട്ടുമ്പം ആർക്കാണ് സീനിയോറിറ്റി, അതായത് പ്രായം കൂടിയവർക്കെന്നല്ല, അതിൻ്റെ മജോറിറ്റി കിട്ടുന്ന അതിൻ്റെ പവർഫുള്ളായിട്ടുള്ള പാർട്ടിക്കൊക്കെ നടിയവർക്ക്, പവർ കുറഞ്ഞവർക്ക് വാലും. പിന്നെ മീൻ കറി വയ്ക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന 5 തലയാണ്. തലക്കറി എന്നല്ല ഇതിന് പേര്. പക്ഷേ അത് തലയിടുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറിക്കകത്തുനിന്ന് പീസെടുത്ത് തിന്നുന്നേക്കാളും ടേസ്റ്റ് വറുത്തതിനകത്തുനിന്നാണ്. അപ്പോൾ ഇതന്നെ പരിപാടി. തേങ്ങയൊക്കെ വന്നിരിക്കുന്നത്, തേങ്ങയുടെ അറ്റം കറുത്തിരിക്കുന്നുണ്ട്, പേടിക്കണ്ട. തേങ്ങ സൂക്ഷിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കി വയ്ക്കും.
അപ്പം എല്ലാ ദിവസവും ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ദിവസം വേണ്ടിയിട്ട് നമുക്കങ്ങനെ ഒരു ഫ്രഷായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെയാണ് ആ കറുപ്പ് കളർ വന്നത്. ഡോണ്ട് വറി. അപ്പോൾ ഈ നമുക്ക് തേങ്ങയുടെ അരപ്പുണ്ടാക്കുന്നതിനുള്ള ശ്രമമാണ്. അതായത് തേങ്ങ കൊത്തി എടുത്തിട്ട് അരിഞ്ഞ് കഴുകി മിക്സറിൻ്റെ അകത്തിട്ട് അരച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് തേങ്ങ ചിരണ്ടുന്ന യന്ത്രം നമ്മുടെ കയ്യിൽ ചിരവ എന്ന് പറയുന്നത് അതൊക്കെ പഴയ ഭാഷയാണ്. അപ്പം ഈ ചിരവപ്പുറത്ത് കയറിയിരുന്ന് തേങ്ങ ചിരണ്ടുന്ന അമ്മായിമാരിപ്പം ഇല്ല. അപ്പം നിന്നുകൊണ്ട് ചിരണ്ടിയത് ശരിയാവുകയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കിച്ചൺ സ്ലാബിലൊക്കെ അത് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഉപയോഗിക്കാൻ ഒരു സുഖമില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ കുടംപുളി ഒന്ന് കഴുകി വെടിപ്പാക്കി വെള്ളത്തിലിട്ട് ചൂടാക്കി കുറച്ച് വെള്ളം അതിനായിട്ട്, അതായത് കറിക്കകത്ത് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന വെള്ളം ആ കുടംപുളി ഇട്ട് ഒന്ന് ചൂടാക്കി തിളപ്പിക്കണമെന്നില്ല, ഒന്ന് ചൂടാക്കി ഇട്ടാൽ മതി. അപ്പോൾ തേങ്ങ ഒരു ഭാഗത്ത് നടക്കുന്നു, കുടംപുളി വേറൊരു ഭാഗത്ത് നടക്കുന്നു, മാരിനേഷൻ വേറൊരു ഭാഗത്ത് നടക്കുന്നു. മാരിനേറ്റ് ചെയ്യാൻ പറ്റിയ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഈ തേങ്ങ അരയ്ക്കുക എന്നുള്ള പരിപാടി അതിന് കഴുകിയെടുത്തു. അപ്പോൾ എന്തായാലും തേങ്ങ ചോദിച്ചത് വെച്ചാൽ അരമുറി എത്ര ഗ്രാം വന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറച്ച് തേങ്ങ എടുത്തു. എക്സ്പീരിയൻസ് ഈസ് ബെസ്റ്റ് ടീച്ചർ. അല്ലാതെ ഇതിനൊന്നും ഞാൻ അതിൻ്റെ കണക്കും കൈയൊക്കെ പറഞ്ഞ് നിങ്ങൾ മില്ലിഗ്രാം തൂക്കി നോക്കേണ്ട കാര്യമില്ല. കുറച്ച് തേങ്ങ, അരമുറി തേങ്ങ എടുത്തു, മിക്സിക്കകത്തിട്ടു. അപ്പോൾ എനിക്ക് ആ കട്ടിംഗ് ബോർഡിനെ കുറിച്ച് ഞാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ തവണ ഒരു കറി വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഈ കട്ടിംഗ് ബോർഡ് ഞങ്ങൾ വേറെണ്ണം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. തേക്കും തടിയിലുണ്ടാക്കിയ കട്ടിംഗ് ബോർഡ്. അപ്പോൾ ഇതെന്ത് ഇഞ്ചിയല്ല, അതിൻ്റെ പേര് ഉള്ളി എന്നാണ്. ഉള്ളി എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും. ഈയിടെ രാഷ്ട്രീയത്തിൽ ഉള്ളി എന്ന പേരുള്ളൊരു നേതാവ് മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഉള്ളിക്ക് കൊടുക്കണം. അപ്പോൾ ഉള്ളി നമ്മൾ ഇതിനകത്ത് തേങ്ങയ്ക്ക് കൂട്ടത്തിൽ ഉള്ളി ഇട്ടു. അപ്പം തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഉള്ളി കൂടെ അരച്ചെടുക്കുന്നത് വെറുതെ ഒരു ആഡഡ് ഫ്ലേവറാണ്. അപ്പം മിക്സിക്കകത്തുള്ള പരിപാടികൾ കാണുക. ഈ മിക്സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഒത്തിരി അങ്ങോട്ട് കൈ കൺട്രോൾ കിട്ടി കഴിഞ്ഞാൽ അത് തെറിക്കും. അതിന് വേണ്ടിയിട്ട് വളരെ സൂക്ഷിച്ച് കുറേശ്ശെ പറ്റുള്ളത്. എന്തായാലും അത് ഒരു ഭയങ്കര പണിയാണ്. അരച്ചതിൻ്റെ കൂട്ടത്തിൽ വെള്ളം പുരഞ്ഞിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് അത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ചെതറുന്ന കാരണം ഞാൻ അതിൻ്റെ പകുതി എടുത്ത് രണ്ടായിട്ടാണ് അത് അരച്ചെടുക്കുന്നത്. ആ മിക്സിയുടെ അടപ്പ് അത് വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ച് നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പൂത്തിരി കത്തുന്നൊരു കത്തും, അത് പിടിച്ചോണ്ടിരിക്കും. അതും ഒത്തിരി നേരമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് കറങ്ങി പുറത്തടിച്ചാളും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പിടിച്ച് വെച്ചാൽ പതുക്കെ ഞാൻ ചെയ്തെടുത്തു. അവിടെ നമുക്ക് പരിചയം കൊണ്ടാണ് അങ്ങനെയൊക്കെ. പല മിക്സികളും പല രീതിയിലാണ്. ഇതിപ്പം ഇതിൻ്റെ ലിഡ് അത്രയ്ക്ക് ടൈറ്റല്ല എന്നിട്ടല്ല ഈ നമ്മൾ ഈ തേങ്ങ അങ്ങോട്ട് അകത്ത് കിടന്ന് കറങ്ങുമ്പം അതിൻ്റെ ആ ഫോഴ്സ് കൊണ്ട് അത് പുറത്തോട്ട് തള്ളിപ്പോരുന്നതാണ്. അപ്പോൾ ഒരു വിധത്തിൽ അതൊക്കെ ഒപ്പിച്ചെടുത്തു, തേങ്ങ അരച്ചെടുത്ത്. ഇതൊക്കെ അമ്മിക്കല്ലിലിട്ട് അരച്ച് കഴിഞ്ഞാൽ എന്തൊരു രസമാണെന്നറിയാമോ? അപ്പോൾ ഈ അമ്മിക്കല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്മിക്കല്ലെന്ന് പറഞ്ഞാൽ ഒരു കല്ലാണ്. ആ കല്ലിൻ്റെ പുറത്ത് ഒരു പിള്ളക്കല്ലുണ്ട്. അതായത് അമ്മ കല്ലും പിള്ളക്കല്ലുമാണ്. അതായത് മദർ ആൻഡ് ചൈൽഡ്. അപ്പോൾ മദറിൻ്റെ അവിടെ നമ്മൾ തേങ്ങ വെച്ച് അരച്ചെടുക്കാൻ പറ്റും. ആ കല്ല് അമ്മിക്കല്ല് വെച്ച് പിള്ളക്കല്ല് കൊണ്ട് നമ്മൾ അരച്ച് എടുക്കുന്ന കറിക്ക് കൂട്ടത്തിൽ ആ കല്ലിൻ്റെ അംശം കൂടെ സിലിക്കായും കൂടെ അരപ്പിനകത്ത് വരും. അത് കുറച്ച് പ്രത്യേകതയാണ്. ഇപ്പം പക്ഷേ നമ്മൾ മിക്സിക്കകത്തിട്ട് അരയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ നേതാവ് വന്നു. ഈ നേതാവിനെ ഇത് വേറെ ഐറ്റത്തിന് ആദ്യം അരച്ച നേതാവല്ല, ഇത് വേറെ നമ്മുടെ ഫ്രൈ ചെയ്യുന്നതിനകത്ത്, ഫ്രൈ അല്ല കറിയുടെ ആ കടുക് മുപ്പിക്കുന്നതിനകത്ത് വരുന്നതാണ്. ഇത് ഉള്ളി എടുത്ത് അരിഞ്ഞ് അതിനാദ്യം കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയും വലുവ് കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എന്നിട്ട് അതിനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ചോപ്പിംഗ് ബോർഡ് നമ്മൾ വേറെ റെഡിയാക്കി വെച്ചിട്ടാണ് തേക്കത്തടിക്കത്തുള്ള. അതിനടുത്ത് ഉപയോഗിക്കാൻ നല്ല നേരം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. ആർക്കെങ്കിലും ചോപ്പിംഗ് ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കി തരാവേ. വലിയ ഒന്നും ആവില്ല. ആമസോണിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പടം ഞാൻ ഇന്നാളൊന്നിട്ടിരുന്നു. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചാൽ ബോറാവില്ല. അതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടിടാവേ. അപ്പം ഈ മുളക് നമ്മൾ കണ്ടിട്ടുണ്ട്, കൊല്ലൻ മുളക് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം മുളക് എന്നും പറയും, ഉണക്കമുളക് എന്നും പറയും. ഇത് നമ്മൾ കടുക് മുപ്പിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ കടുക് മുപ്പിക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് ഐറ്റംസ്, പിന്നെ പച്ചമുളക് നോക്കി ഇത് എൻ്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ പറിച്ചിട്ടുണ്ടെന്നാണ്.
പച്ചമുളകും അരിഞ്ഞിടണം. ചെറുതായിട്ടുണ്ട്, രണ്ട് പീസായിട്ട് അരിഞ്ഞാൽ മതി. പച്ചമുളകെല്ലാം അരിഞ്ഞ്, ഉള്ളി അരിഞ്ഞു, പിന്നെ മുളകും ഇട്ട്, ഈ 3 എണ്ണമാണ് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കറി വയ്ക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ്. അതായത് എല്ലാ സാധനവും നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്, അതായത് പ്രീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്, പ്രീ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കറിയിലേക്ക് തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ എണ്ണ വെച്ച് പാത്രം വെച്ച് എണ്ണ തപ്പി നടന്നു കഴിഞ്ഞാൽ പാത്രം കരിഞ്ഞു പോകും. എണ്ണ തപ്പി വെച്ച് ഒഴിച്ച് കടുക് തപ്പി നടന്നാൽ എണ്ണ മൂത്ത് പോകും. കടുക് ഇട്ട് വെച്ച് ഉള്ളിക്ക് പോയി കഴിഞ്ഞാൽ കടുക് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ സാധനവും നമ്മൾ റെഡിയാക്കി അടുപ്പിനകത്ത് കൊണ്ട് വെച്ചു. സ്റ്റൗവിൽ അത് ചീനിച്ചട്ടി വെച്ചു. അപ്പോൾ ഒരു സഹൃദയ ഈ ചീനിച്ചട്ടി മോശമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇതൊക്കെ നീ കാണിക്കുന്നതിനൊക്കെ നാണം വരുന്നതിൻ്റെ വീഡിയോയ്ക്കകത്ത് എന്ന് ചോദിച്ചൊരു ടീമുണ്ട്. അപ്പോൾ അവരോട് പറയുന്നത്, നമ്മൾ പാചകം ചെയ്യുമ്പം സ്ഥിരം വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അയ്യോ ഇതിനകത്ത് എണ്ണ ഇത്ര കൂടുതൽ എന്തിനാണ് ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 പീസ് കിടന്ന് വേകണം. 10 പീസ് ഞാൻ ഒറ്റയ്ക്ക് ഇടുന്നില്ല, 5 പീസുള്ള 2 പീസായിട്ടാണ് എടുക്കുക. അപ്പോൾ 5 പീസിന് കിടന്ന് ഫ്രീസ്, അതിന് എന്തെന്നതിന് പറയുന്നൊരു, അതായത് ഡീപ്പ് ഫ്രൈ ആണ്. ഡീപ്പ് ഫ്രൈയിൽ അതായത് കിടന്ന് വറക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഒഴിച്ച എണ്ണ ആ പാത്രത്തിന് അരപ്പാത്രമുണ്ട്. ഇനി ഈ 10 പീസ് ഞാൻ വറുത്ത് കഴിയുമ്പോൾ അതിനകത്ത് മിച്ചം വരുന്നതും അത്ര എണ്ണ തന്നെയാണ്. അതാണ് ഈ ഹെൽത്ത് ഗാർഡ് ഓയിലിൻ്റെ പ്രത്യേകത. അതിന് പിന്നെ ഒത്തിരി സയൻസ് ഉണ്ട്. അതായത് അത് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് മറ്റ് എണ്ണകളെക്കാളൊക്കെ കൂടുതലാണ്. അതായത് ഇത് തിളച്ച് കരിഞ്ഞ് പോവുകയില്ല. അപ്പോൾ ഇതിനകത്തൊരു മിതമായ ചൂടിൽ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ 5 എണ്ണങ്ങൾ കിടന്ന് വറുത്ത് വരും. ഒന്ന് മുറിച്ചിടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം 4 എണ്ണ ഇട്ട്, 3, 4 ഒരെണ്ണം കൂടെ പിള്ളേരുടെ ഇടയുണ്ട്. നോക്കട്ടെ, ഇടുന്നുണ്ടോ നോക്കട്ടെ. അതിനായിട്ട് അങ്ങനെ 5 പീസിനെ ഒന്നിച്ചിട്ടു. കൊള്ളു. അപ്പോൾ ഇത്ര എണ്ണ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്ര എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വറുത്ത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന എണ്ണ കാട്ടിക്കളയേണ്ടി വരും. കാട്ടിക്കളയാൻ മീൻസ് സ്പോയിൽ ചെയ്യേണ്ട, അത് വെറുതെ പോകും. പക്ഷേ ഈ എണ്ണ റീയൂസ് ചെയ്യാമെന്ന് കമ്പനി സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇത് പറഞ്ഞ് കടക്കാരുണ്ടല്ലോ പറഞ്ഞു തരുന്നവർ പറയുന്നതാണ്. അത് റീയൂസ് ചെയ്യാം. അപ്പോൾ ഈ എണ്ണ നമ്മൾ റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഇതിൻ്റെ പുറകെ വരുന്ന കറി വയ്ക്കാനത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് പിന്നെയും മിച്ചം വരും എണ്ണ. അത് നമുക്ക് വേറെ ദിവസം നമുക്ക് ഉപയോഗിക്കാം. അതങ്ങനെ പാത്രം വെച്ചുകൊണ്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പാത്രത്തിനകത്തിട്ടാണ് ഈ മീൻ വാരിയെടുക്കേണ്ടത്. വറുത്ത് കഴിയുമ്പം അതിന് വാരുന്നതിന് പാത്രം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുക. ചട്ടകം കൊണ്ടൊന്ന് റെഡിയാക്കി വെച്ചു സ്റ്റാൻഡ് ബൈ ആയിട്ട്. പക്ഷേ ചട്ടകത്തിൻ്റെ ആവശ്യം വന്നില്ല. അത് മൂട്ടിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ചട്ടകത്തിൻ്റെ ആവശ്യം വരും. ഇപ്പോൾ ഒട്ടിപ്പിടിച്ചില്ലത്. എണ്ണ കൂടുതലുള്ളതുകൊണ്ട് നോൺ സ്റ്റിക്കറിൻ്റെ പണി ചെയ്യുന്നുണ്ടത്. സ്റ്റിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്ക് നോ ബിൽസ് എന്ന് പറയുകയില്ല. സ്റ്റിക്ക് നോ ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം ഇവിടെ ഒട്ടിക്കരുത് എന്ന് പറയുന്നാൽ നമ്മളിവിടെ ഇത് മീൻ അതിൽ ഒട്ടിപ്പിടിക്കരുത്. അതിന് നോൺ സ്റ്റിക്കേഴ്സാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു നോൺ സ്റ്റിക്കറൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുല്ലപ്പ് വേറെയാണ്. അത് കുറച്ച് നാൾ കഴിയുമ്പം തേച്ച് പിടിച്ച് വരുമ്പം അതിൻ്റെ ആ നോൺ സ്റ്റിക്കർ എഫക്റ്റൊക്കെ പോകും. പിന്നെ സാധാരണ അലുമിനിയം പാത്രം പോലെയാകും. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറണം. അതൊക്കെ ഇപ്പം നമ്മൾ പഴയ ആൾക്കാരല്ലേ, അപ്പം അങ്ങനെ പഴയ ഇത് ഇനി നമുക്ക് അതിൻ്റെ അകത്ത് മിച്ചം വന്ന ഏതാണെന്ന് നോക്കുന്നു. വാലും തലയും മാത്രം മിച്ചം വന്ന അടിഞ്ഞുറുക്കല്ല ഞാൻ ഉപയോഗിച്ച്. അപ്പോൾ ഇത് വറുത്തെടുക്കുന്നത് ഭയങ്കര സമയം എടുക്കുന്ന സമയമാണ്. മൊത്തം ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു സീരിയൽ മുഴുവൻ കാണുന്ന സമയം എടുക്കുക. അതായത് ഇപ്പോഴും നടക്കുന്ന സീരിയൽ ഏതൊക്കെയാണ്? സന്ധ്യ നീ സൗഭാഗ്യവതി എന്ന് പറയുന്ന സീരിയൽ നടക്കുന്നുണ്ട് ഇപ്പം. ദേവി സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് എത്ര ഒരു പുതിയ സീരിയൽ വന്നിട്ടുണ്ട്. ഹോം, വീട്ടിൽ നടക്കുന്ന കുഞ്ഞായ്മകളെക്കുറിച്ച് ഒരു മനോരോഗിയുടെ ഒരു കഥയാണെന്ന് തോന്നുന്നു. സംശയരോഗി, ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാർ, എന്തെങ്കിലും കഥകൾ. അവർ നാത്തൂനെ തല്ലുന്ന നാത്തൂന്മാർ, കഥകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒത്തിരി സീരിയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് നല്ലതാണ്. അതായത് എങ്ങനെയാണ് ഷൂട്ടിങ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, അതിൻ്റെ അകത്ത് അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് നല്ലതാണ്.
ആ കഷ്ണത്തിൻ്റെ കാര്യം പൊക്കായിപ്പോയി. അവൻ നോൺ സ്റ്റിക്കല്ല, അവൻ അടിയിലൊന്ന് ഒട്ടിപ്പിടിച്ചു. അത് ഈ ബുൾഡോസർ കൊണ്ട് ഇനി പിടിച്ച് പൊക്കുന്ന പോലെയാണ് ഞാൻ പൊക്കുന്നത്. നല്ല അത് ഇനി ഒട്ടിപ്പിടിച്ചോളൂ. അവൻ മര്യാദക്കാരനാണ്. അത് അപ്പം അവനും അത് വാല കേട്ടോ, ഒരു വാലും കൂടെ കൂട്ടത്തേം കിട്ടും. അപ്പോൾ ഒരു നടിയർക്ക് അപ്പുറത്ത് ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. 4 ഒരെണ്ണം ഇച്ചിരി കരിയണം. അത് ഫ്രൈ അല്ലേ, ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞൊക്കെ വരും. ചൂടൊക്കെ വളരെ ക്രമമാണ്, ഭയങ്കര സ്ലോയിലായിട്ടിരിക്കുന്നത്. എന്നാലും തിളയ്ക്കുന്നുണ്ട്, കാണുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് ആ ഒരു ഇത് ഇങ്ങനെ ചട്ടി പിടിച്ചെടുക്കേണ്ട ഒരു സാധനമാണ്. അതെങ്കിൽ എമർജൻസിക്ക് വെച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സ് വർക്ക് ചെയ്യുന്നവരെയാണ് എല്ലാ സാധനവും. ഞാൻ ഈ ചട്ടവും ഈ പിടിച്ചെടുക്കുന്ന സാധനം അതിനെന്താ പേരെന്നറിയില്ല, ക്ലിപ്പോ ക്ലാപ്പ് എന്നൊക്കെ പറയാം. എന്താ അത് പിടിക്കുന്ന സാധനം, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വറുത്ത് വരണമെങ്കിൽ അപ്പോൾ ഈ ഇതിട്ട് ഇളക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് ഫോഴ്സപ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ എന്താണ് അതിന്? എന്തായാലും അതൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുക. അതിനൊന്നും പേരൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് ചൂടുള്ള സാധനം പിടിച്ചെടുക്കാനായിട്ടും ചപ്പാത്തി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എണ്ണ ഈ കകത്തുനിന്ന് പൂരിയൊക്കെ എടുക്കാനായിട്ട് നല്ലതാണത്. പിന്നെ നമുക്ക് തീക്കകത്ത് ചപ്പാത്തി വറുക്കാനായിട്ട് അതിൻ്റെ തീയുടെ മുകളിൽ പിടിക്കാനായിട്ട് നല്ലതാണത്. ഇത് നമ്മൾ കഷ്ണങ്ങളെല്ലാം വറുത്തു നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. ആ ഫ്രൈ ആയതിനെ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കോരിയെടുക്കണം. കോരിയെടുക്കുമ്പോൾ നമ്മൾ ഈ നെറ്റുള്ള ഒരു പാത്രമുണ്ട് കോരിയെടുക്കാനായിട്ട്. ഒരു നെറ്റ് പോലുള്ള തവി, അതിനെന്താ ഫിൽറ്ററാണത്. നമ്മൾ ചായ അരിക്കാൻ ഉപയോഗിക്കുന്ന ഫിൽറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, എണ്ണ അരിക്കാനായിട്ട്. അപ്പം വിചാരിക്കും ഈ മീനിൻ്റെ അകത്തിട്ട പാത്രം എടുത്ത് ചായക്ക് എടുക്കാവുമെന്ന്. പക്ഷെ അത് കഴുകുമ്പോൾ അതിനത് നമ്മൾ ഈ ബിമ്മിൻ്റെയൊക്കെ നല്ല വാഷിംഗ് പൗഡറും വാഷിംഗ് സോപ്പും അതിൻ്റെ വാഷിംഗ് ലിക്വിഡും ഒക്കെ ഉപയോഗിച്ച് അങ്ങ് കഴുകുമ്പോൾ അതിൻ്റെ മണമൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇത് മറിച്ചും തിരിച്ചും മറിച്ചു വിട്ട് ഒരു 4 പ്രാവശ്യമെങ്കിലും തിരിക്കുകയും മറിക്കുകയൊക്കെ വേണം. നമ്മൾ ഈ തീന്മേശയിൽ ഈ സാധനങ്ങൾ കിട്ടിക്കഴിയുമ്പം ഭാര്യമാരെ കുറ്റം പറയാൻ എടുക്കുള്ളൂ. ഭർത്താക്കന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതൊക്കെ വല്ലപ്പോഴുമൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം. എന്നാലേ ചേട്ടത്തിമാർ വീട്ടിനകത്ത് കഷ്ടപ്പെടുന്നതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ് ഉച്ചയ്ക്ക് തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ രാത്രി 2 മണി സമയം ഇല്ല, ഞാൻ ഇതിൻ്റെ ഡബ്ബിങ് തുടങ്ങിയിട്ട് കുറേ നേരമായി. സമയം 4 മണിയായി. അപ്പം ഞാൻ ചോദിക്കാം, ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ യൂട്യൂബുകാരെന്തായിരിക്കും തരുന്നത്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂട്യൂബ് നമ്മളെ കൊണ്ട് ഇത്ര കഷ്ടപ്പെടിപ്പിക്കുന്നത്? അപ്പോൾ അത് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് എണ്ണയ്ക്കകത്ത്. അതൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. എണ്ണ തെറിച്ച് മേത്ത് വീണ് കഴിഞ്ഞാൽ പൊള്ളും. അപ്പോൾ ഒരു ടിപ്പ് ഞാനിവിടെ പറഞ്ഞുതരാം. എണ്ണ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കൈയോ കാലോ മേലെ പൊള്ളുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് എനി ഡിലേ പെട്ടെന്ന് ചാണപ്പൊടി ചാലിച്ച് തേച്ചാൽ മതി. പിന്നെ അതിൻ്റെ പൊള്ളലും അതിൻ്റെ ചൂടെല്ലാം ഈ ചാണപ്പൊടി അബ്സർവ് ചെയ്യും. അപ്പോൾ നമുക്ക് പൊള്ളലറിയില്ല. ഇതെൻ്റെ ചേട്ടത്തി എന്നെ പഠിപ്പിച്ചതാണ്. ഒത്തിരി നാളെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പഠിച്ചതാണ്. അത് പഠിച്ച പിന്നെ ഇതുവരെ എൻ്റെ മേത്ത് പൊള്ളലെന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എപ്പോൾ വേണേലും ഇത് എണ്ണ തെറിച്ച് വീഴാവില്ല. അപ്പോൾ നമ്മൾ ആ ചാണപ്പൊളി നമുക്ക് തപ്പി നടക്കുന്ന ആ സമയം കൊണ്ട് അത് കേടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാണപ്പൊളി കാണാവുന്ന സ്ഥലത്ത് റെഡിയായി വെച്ചേക്കും. അതെടുത്ത് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കയ്യിലിട്ട് ചാലിച്ചിട്ട് അങ്ങ് തെച്ചാൽ മതി. വലിയ പൊള്ളലല്ല, ചെറിയതിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് എണ്ണ നമ്മൾ ഫിൽറ്റർ ചെയ്ത്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മീൻ കറിയുടെ സ്പെഷ്യാലിറ്റി ഇതാണ്. ഇവിടെ എണ്ണ ഞാൻ ഫിൽറ്റർ ചെയ്തു. അപ്പോൾ അതിനകത്ത് മുളക് പൊടി എത്തക്കണം, കരിഞ്ഞിട്ടില്ല, കരിയാതെ നല്ല റെഡ് കളറിൽ ഈ മുളക് പൊടി. അത് നമ്മൾ ആ മീനിൻ്റെ പുറത്തോട്ട് ഇട്ട് കഴിയുമ്പം ക്രിസ്പി ആയിട്ടുള്ള പൊടി തന്നെ തിന്നാൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒഴിച്ച എണ്ണ 250 മില്ലിയാണോ അല്ല 500 മില്ലിയാണോ അത് മുഴുവൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ എത്ര എണ്ണം വേണമെങ്കിലും വറുക്കാനായിട്ട് എണ്ണയുണ്ട്. അപ്പോൾ ചീനിച്ചട്ടി ഒന്നും കൂടെ നമ്മൾ വെടിപ്പാക്കി കഴുകണ്ട, ചപ്പും ചോറൊക്കെ കളഞ്ഞിട്ട് ആ ചീനിച്ചട്ടി വീണ്ടും ഉപയോഗിക്കുന്നു. വീണ്ടും ഈ എണ്ണ നമ്മൾ ഒഴിക്കുന്നു. ആ ഒഴിച്ച എണ്ണ ആ ചൂട് പഴയ ചൂട് തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ അകത്ത് കഷ്ണങ്ങൾ ഇടുന്നു. ഇനിയിപ്പോൾ നമുക്ക് 5 കഷ്ണം കൂടെ വറുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, 5 സ്പീഡായിട്ട്. നേരത്തെ ഇപ്പോൾ നമ്മളൊന്ന് കണ്ടുകൊണ്ട് പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തതിൻ്റെ കാര്യമില്ല.
ഇനി ഈ എണ്ണ റീയൂസ് ചെയ്യുന്നതിലാണ് ഞാൻ ഇതിൻ്റെ അകത്ത് സ്ട്രെസ് ചെയ്യുന്നത്. അത് ആ എണ്ണയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ എണ്ണയ്ക്ക് പ്രത്യേകതയുണ്ട്, അത് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതായത് ബാഡ് കൊളസ്ട്രോളിനെ നീക്കം ചെയ്യുകയും നല്ല കൊളസ്ട്രോളിനെ അതിൻ്റെ അകത്ത് നിലനിർത്തുകയും ചെയ്യുന്നൊരു എണ്ണയാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ്, ക്യാൻസറിനെ പോലുള്ള സാധനത്തിനെ ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി മെഡിക്കൽ യൂസുള്ളൊരു എണ്ണയാണ്. ഞാൻ 2018 മുതൽ ഉപയോഗിക്കുന്നത്. 6 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വേറെ എണ്ണകൾ മേടിച്ച് വയ്ക്കാറുണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എണ്ണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ കടയിൽ പോയിട്ട് ഈ പലഹാരങ്ങളൊന്നും എണ്ണയ്ക്കകത്ത് വറുക്കുന്ന പലഹാരങ്ങൾ വാങ്ങി തിന്നരുതെന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ നമ്മൾ ഈ എണ്ണ കഴിച്ചതിൻ്റെ ഗുണമില്ല, ആ എണ്ണയുടെ പലഹാരങ്ങൾ കഴിക്കുമ്പോൾ പോകും എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ പുറത്ത് പോകുമ്പം ഏത്തക്ക ബോളി, പിന്നെ മറ്റേ മിർച്ചി ഭാജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി വേറെ വാക്കുകളാണ്. ഈ ഹിന്ദിക്കാരിവിടെ വന്നിട്ട് ഉണ്ടാക്കി പഠിപ്പിച്ചതാണ്. അങ്ങനെ അവർ വേണ്ടാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളതാണ് ഈ മുറുക്കി തുപ്പുന്ന പരിപാടി. വായിക്കാത്തിട്ട് കുറേ സാധനം എല്ലാം കൂടെ വലിച്ചു വരിയിട്ട് നമ്മുടെ പഴയകാലത്ത് നമ്മുടെ ഇവിടെ 4 കൂട്ടി മുറുക്കുന്ന പോലെ അവരൊരു പ്ലാസ്റ്റിക് കൂട്ടിനകത്ത് കുറേ സാധനങ്ങളെല്ലാം വാരിട്ട് ചവച്ച് കണ്ടു നടത്തെല്ലാം തുപ്പി വയ്ക്കുന്നൊരു സംസ്കാരമുണ്ട്. അത് നോർത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സംസ്കാരക്കാരുമുണ്ട്. അതൊരു സിനിമയ്ക്ക് അതൊരു പ്രത്യേകം കാണിക്കുന്നുണ്ട്. അതായത് ഈ തുപ്പുന്നതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുമ്പോൾ തുപ്പി വയ്ക്കുന്ന ഈ സ്റ്റെയർ കേസ് ഇറങ്ങി പോകുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ മൂലം തുപ്പുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചെയ്യാതിരിക്കാനായിട്ട് സഞ്ജയ് ദത്തിൻ്റെ ഒരു പടത്തിൻ്റെ അകത്ത് ഗാന്ധി ആയിട്ട് അഭിനയിക്കുന്നതിൻ്റെ അകത്തുള്ള ഗാന്ധിയുടെ ഒരു സിനിമയുണ്ടല്ലോ, ഡോക്ടർ ആയിട്ട് അഭിനയിക്കുന്ന ഗാന്ധിയായിട്ട് അഭിനയിക്കുന്നൊക്കെ ആയിട്ടുള്ളൊരു സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് ഈ തുപ്പുന്ന പരിപാടി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സീനുണ്ട്. അതിൻ്റെ അത് രസമാണ് കാണാനായിട്ട്. ഏതൊരാൾ തുപ്പുമ്പോൾ അവനോട് ചീത്ത വിളിക്കാതെ അത് കഴുകിക്കളയുക. ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. സഞ്ജയ് ദത്തിൻ്റെയാണ്. റേഡിയോ ജാക്കിയൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ പാലക്കാട്ടുകാരി നടിയാണ് അതിൻ്റെ അകത്ത് ജാക്കി. അപ്പോൾ നമ്മുടെ മീനങ്ങ് വറുത്ത് തീർന്നു കേട്ടോ. ഈ 5 പീസ് കൂടെ ആകുമ്പോൾ 5 10 പീസ് റെഡിയായി. അപ്പം മിച്ചം വന്ന തല ഉണ്ട്. ആ തലയെല്ലാം കൂടെ കറി വയ്ക്കുന്ന പരിപാടിയാണ് അടുത്തത്. ഇതങ്ങനെ വറക്കട്ടെ. ഇപ്പോൾ അത് പണ്ടൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ സൈമിൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാക്കുമ്പം അത് ഇച്ചിരി പ്രയാസമാണ്. അതിൻ്റെ ക്യാമറ കൺട്രോളിങ് നമ്മൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഇപ്പം ഞാൻ ഈ ക്യാമറ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 കൈയും ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ ക്യാമറ ഇടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ 2 കൈ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പം നമുക്ക് പടം എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചാണ് ഈ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ സ്റ്റാൻഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്റ്റാൻഡ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഞാനൊരു തട്ടിക്കൂട്ട് സ്റ്റാൻഡാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞത് മിക്സറിൻ്റെ ജാറുണ്ടല്ലോ, ആ മിക്സറിൻ്റെ ജാറിൻ്റെ അകത്തോട്ട് നമ്മളൊരു നല്ലൊരു ക്ലോത്ത് മീൻസ് തുണി ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ക്യാമറ അങ്ങ് വെച്ചു. അപ്പോൾ അത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാവുന്ന സൈസ് രീതിയിൽ വെച്ചു. നമ്മളത് സുഖമായിട്ട് അധികം ഷെയ്ക്കില്ലാത്ത ഫോട്ടോ നമ്മൾ കണ്ടല്ലോ. കഴിഞ്ഞ ഫോട്ടോയിൽ ഇങ്ങനെ ഷെയ്ക്കല്ലേ, വേറെ ഒരു വരുമായിരുന്നല്ലോ. അപ്പം മീൻ വറക്കൽ എന്ന് പറയുന്ന പ്രക്രിയ അവസാനിച്ചു. അതായത് ആ എണ്ണ വീണ്ടും നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയ്ക്ക് അത് തരി കിടക്കാൻ പാടില്ല. ആ മുളക് പൊടിയിലെ തരികളെല്ലാം കൂടെ ഇത് നമ്മൾ ആ വറുത്തതിൻ്റെ കൂട്ടത്തിലേക്ക് ഇടും. ഒരു സെക്കൻഡ് ട്രിപ്പ് വറക്കുമ്പോൾ അതിൻ്റെ കളറിന് യാതൊരു കുഴപ്പം വന്നിട്ടില്ല, എണ്ണ കരിഞ്ഞിട്ടില്ല, ഈ പൊടിയും കരിഞ്ഞിട്ടില്ല. അത് നമ്മൾ വറുത്തതിൻ്റെ കൂട്ടത്തിലേക്ക് ഇടും. ഇപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ കറി ഇതിനകത്താണ് നമ്മൾ ഇനിയാണ് കറിയുടെ പോർഷൻ. പാർട്ട് 2 കറി. അതായത് ഇടവേളയ്ക്ക് ശേഷമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇടവേളയൊന്നുമില്ല, നേരിട്ട് കറി റെഡിയാണ്. കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മറിയെ കുട്ടിച്ചെടുത്തിയുടെ ചട്ടി വീണ്ടും ഇവിടെ വരികയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായൊരു പങ്ക് വഹിക്കുന്ന സാധനമാണ് ചട്ടി. ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചട്ടിച്ചോറ്, ചട്ടിക്കകത്തായിരുന്നു പണ്ട് അമ്മച്ചിമാർ കറി വെച്ചിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴത്തെ തലമുറ ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഹോട്ടലിൽ ചെന്ന് ചട്ടിച്ചോറിനോട് ഭ്രമം കാണിക്കുന്നവർ. വേണ
അപ്പോൾ അതിൻ്റെ പകുതി ഇതിനകത്ത് ഈ മീൻകറി വെച്ചതിൻ്റെ അകത്ത് നിന്ന് പിന്നെ എണ്ണ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ. വറുത്തതിൻ്റെ അകത്ത് നിന്ന് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആ മീൻകറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതിൽ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് വിലക്കുറവ് കാണും എണ്ണയ്ക്ക്, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ കടുകിടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ ഓൾറെഡി തിളച്ചതാണ്. അതിൻ്റെ അകത്ത് പിന്നെ കടുകൊക്കെ ഇട്ട് ചൂടാക്കുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് വേണ്ടെന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉള്ളിയും പിന്നെ ഈ പച്ചമുളകും കൊല്ലമുളകും 3 ഐറ്റംസ് ഇട്ട് അതിനെ ഇളക്കി അത് ഫ്രൈ ആയിട്ട് വരുന്ന വരവിൽ നമ്മൾ ഈ അരപ്പുകളും കാര്യങ്ങളൊക്കെ ചേർക്കണം. നേരത്തെ തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ കലക്കി മീനിൻ്റെ കഷ്ണത്തെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറവുള്ളത് കൂടെ കൂടിയാണ് ഇപ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഈ നേരത്തെ ഇട്ട ആ പൊടികളൊക്കെ തന്നെ കുറച്ചും കൂടി ഇടുക എന്നുള്ളതേ. മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പൊടിവർഗ്ഗങ്ങളെല്ലാം എന്താ വരുന്നു കണ്ടോണം. ഉപ്പ് ആദ്യം ഉപ്പിട്ട് കുറച്ച് ഇളക്കി കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം അത് മൂത്ത് വരണേ. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇതായി വരുള്ളേ. സബോളയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. അപ്പം മുളക് പൊടി ഇട്ടു. എല്ലാം അതിൻ്റെ അടപ്പിനകത്താണ് അത് എടുക്കുന്നത്. അതിൻ്റെ ഒരു പാത്രമൊക്കെ മേടിക്കുന്ന മനസ്സിൽ പ്ലാനുണ്ട്, ഇച്ചിരി ഭംഗിയായിട്ടൊക്കെ ചെയ്യാനായിട്ടേ. യൂട്യൂബ് കളിക്കുകയല്ലേ, കളിച്ച് പാത്രം മേടിക്കാനുള്ള കാശ് ഇവിടെ നിന്ന് കിട്ടുന്നു അതൊട്ടൊരു പിടിയില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതൊക്കെ കാണുമ്പം എനിക്കിഷ്ടംപോലെ പൈസ കിട്ടും. ഇതൊന്നുമില്ല, ഇത് എല്ലാവരും ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മണി ഏണിങ് ബിസിനസ് അല്ലത് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. കുറേ വീഡിയോ ഉണ്ടാക്കി ഇവൻ്റെ ക്ഷമ തീരുമ്പോഴാണ് എന്തെങ്കിലും പൈസ കൊടുക്കുള്ളൂ. പിന്നെ അങ്ങനെ വലിയ വീഡിയോഗ്രാഫേഴ്സ് ആകും. അപ്പോൾ 5 തലയിട്ട് ഞാനെന്തോ ആലോചിച്ചിരുന്നു പോയി, അതാ മിണ്ടഞ്ഞ. അപ്പോൾ കറിക്കകത്ത് നമുക്ക് ആ പുളിവെള്ളമാണ് നമ്മൾ ഉപയോഗിച്ച പുളി, നേരത്തെ വെച്ചിരുന്ന ആ പുളിവെള്ളമല്ല അതിൻ്റെ അകത്ത് ഒഴിച്ചു. എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ അത് ഒഴിക്കാം. ഇപ്പോൾ ഇവിടെ ഇനിയും പ്രശ്നമുണ്ട്. അതായത് ഇനി നമുക്ക് ഒരു സാധനം കൂടി ചേരാനുണ്ട്, അത് മറന്നുപോയി കേട്ടോ. ഇപ്പോൾ ആ വെള്ളം നമുക്ക് ഡയലൂട്ടില്ല, അതായത് മുളക് അരച്ചത്. ഇപ്പം നമ്മുടെ അടുത്ത ഐറ്റം വന്നു കഴിഞ്ഞു, തേങ്ങയുടെ അരപ്പ്. നന്നായിട്ട് തേങ്ങ അരച്ചത് ഇപ്പോഴാണ് കണ്ടോ, നല്ല കളറ്, നല്ല കല. അതിൻ്റെ ഒരു ആകർഷകത്വം, അതിൻ്റെ കളറും എല്ലാം ആ എണ്ണ ഇങ്ങനെ മേളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഇനി ഇത് തിളച്ച് വരണം. അപ്പോൾ എനിക്കിവിടെ ഒരു സംശയമുണ്ട്. അതായത് നമ്മൾ തേങ്ങാപ്പീര് ഇട്ട് ഉള്ള കറി, അതായത് തേങ്ങ അരച്ചത് വെച്ചിട്ട് ഒത്തിരി നേരം തിളപ്പിക്കരുതെന്നൊരു ശാസ്ത്രമുണ്ട്. പക്ഷേ ഇവിടെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ച് കറി വയ്ക്കുമ്പോൾ അത് തേങ്ങ നേരത്തെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് പറ്റിച്ച് വരുമ്പോഴാണ് അതിൻ്റെ. പക്ഷെ നമ്മൾ മോര് പോലുള്ള സാധനത്തിനൊക്കെ തേങ്ങ അരച്ച് ഇട്ടിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് വ്യത്യാസപ്പെട്ടു. അതിനൊരു അത് വേറെ തേങ്ങ വേറെ വെള്ളം വേറെ ആയിപ്പോയി. പക്ഷേ ഇതിനങ്ങനെ കുഴപ്പമില്ല. അതെന്താണെന്ന് അറിയില്ല കാരണം. അപ്പോൾ തേങ്ങ അരച്ച് ചേർത്ത് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയും കറിയും എല്ലാം ഫിനിഷിങ് പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കരമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണാൻ സ്മെല്ലറിയാൻ പറ്റില്ല. അപ്പം സിനിമ തീർന്നു ഇവിടെ. ഈടാ